ഹായ്, ഞാനിന്ന് ഉണ്ടാക്കുന്നത് വന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. മത്തി കറിയാണ്. നല്ല ടേസ്റ്റാണ് ഈ കറി. ഇത് കുറച്ചൊരു 4 ദിവസം വരെയൊക്കെ നമുക്ക് വറ്റിച്ചിട്ടാൽ വെറുതെ നല്ല ചീത്തയാവാതെ നല്ല ടേസ്റ്റായിട്ടിരിക്കും. നല്ല ടേസ്റ്റാണ് ഈ കറി. ഇത് അടുത്ത ദിവസം കൂട്ടാനാണ് നല്ല ടേസ്റ്റ് ഈ കറി. ഇത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് പറയാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് നമുക്കെല്ലാം മുഴുവനായിട്ട് ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അതില്ലെങ്കിൽ പൊടിയായിട്ട് നമുക്ക് ചേർക്കാം. ഒരു 3 സ്പൂൺ ഫുള്ളായിട്ട് മല്ലി വേണം, 1.5 സ്പൂൺ പെരിഞ്ജീരകം വേണം, പിന്നെ 1 സ്പൂൺ കുരുമുളക് വേണം, പിന്നെ 3-4 വറ്റൽമുളക്, പിന്നെ 2 വെളുത്തുള്ളി കഷ്ണം, പിന്നെ ഒരു സവാള അരിഞ്ഞത്, ചെറിയ സവാള. ചെറിയ ഉള്ളി വേണമെങ്കിലും ഒരു 4-5 ചെറിയ ഉള്ളി എടുക്കാം. പിന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുറച്ച് ഉലുവയും കൂടെ ചേർക്കാം. ഉലുവ കൂടുതൽ ഇടണ്ട, എന്നാൽ അത് കയ്പ്പാവും കറിക്ക്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കുറച്ച് വറുത്തെടുക്കാം, റോസ്റ്റാക്കി എടുക്കാം. കരിഞ്ഞു പോകരുത് അത്. ഇനി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ചട്ടി വെച്ച് ചൂടായതിന് ശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ ഉലുവ ഇടാം. പിന്നെ 3 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു സവാളയുടെ പകുതി മതി, പകുതി അരിഞ്ഞത്, അല്ലെങ്കിൽ 2-3 ചെറിയ ഉള്ളി അരിഞ്ഞിടാം. ഒരു തക്കാളി അരിഞ്ഞത്, ഒരു പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അതിലോട്ടെടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. വെള്ളം കുറവ് വേണമെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി വറ്റിച്ചെടുക്കുന്നെങ്കിൽ. ലൂസായിട്ട് ഇത്തിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് തിള വരുന്നത് വരെ വെക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി നേരത്തെ ചേർക്കാൻ മറന്നുപോയി, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർക്കാം. മഞ്ഞളും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് തിളയ്ക്കാൻ വയ്ക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി അതിലോട്ട് ഇടാം. നല്ല ടേസ്റ്റാണ് ഈ കറി. കപ്പയ്ക്കും ചോറിനും അപ്പത്തിന് ദോശ ഒക്കെ നല്ലതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ മത്തി കിട്ടുമ്പോൾ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കുള്ളൂ. ഇത് വറ്റിച്ച് വെച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അടുത്ത ദിവസം വറ്റിച്ചിട്ട് അത് നല്ല ടേസ്റ്റാണ് ഈ കറി. തേങ്ങ ചേർക്കാത്തത് കൊണ്ട് അത് 2-3 ദിവസം കേടാകാതെ ഇരിക്കും. സിമ്മിൽ വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഹെൽത്തിയുമാണ്. കറിവേപ്പില, കുരുമുളക്, വെളുത്തുള്ളി ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലതാണിത്. അപ്പോൾ സബും ലൈക്കും കമൻറ്റൊന്നും തരാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.